വെൽക്കം ടു യൂട്യൂബ് ചാനൽ റോം റിച്ച് റൂട്ട്സ്. നമ്മളിപ്പോൾ ഉള്ളത് സ്കോട്ട്ലൻഡിലെ എഡിൻബ്രയിലാണ്. ഇവിടെ ഒരു 2 days ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ സ്കോട്ട്ലൻഡ് വിത്ത് റോം റിച്ച് റൂട്ട്സ്. കാസിൽസും ഏൻഷ്യൻ സ്ട്രീറ്റ്സും എലഗൻസ് ഓഫ് ന്യൂ ടൗണും എല്ലാം കൂടി ചേരുന്ന ഒരു മാജിക്കൽ സിറ്റി. മ്യൂസിക്കും ട്രഡീഷനും ഹിസ്റ്ററിയും എല്ലാം ഒരേപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്കോട്ട്ലൻഡിൻ്റെ ഹില്ലി ക്യാപിറ്റൽ ആണ് എഡിൻബ്ര. ഞങ്ങളുടെ എഡിൻബ്ര ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്നാണ്. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ എയർപോർട്ട് ഫുള്ള് ബിസി ആയിരുന്നു. റയനെയർ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. വളരെ അഫോർഡബിളായി ഇതുപോലുള്ള ഷോർട്ട് ജേണിക്ക് റയനെയർ ഒരു ഗുഡ് ഓപ്ഷനാണ്. ലണ്ടനിൽ നിന്ന് എഡിൻബ്രയിലേക്ക് പോകാൻ നിയർലി ഒരു 1 hour ജേണിയാണുള്ളത്. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരം വെളുക്കാറായപ്പോഴേക്കും എഡിൻബ്രയിലെത്തി. അവിടെ എത്തി ഹോട്ടലെല്ലാം ചെക്ക് ഇൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് എഡിൻബ്ര എക്സ്പ്ലോർ ചെയ്യാൻ. ഒരു ട്രഡീഷണൽ സ്കോട്ടിഷ് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാൻ ഞങ്ങൾ സിറ്റിയിലെ തന്നെ ഒരു ക്യൂട്ട് കഫേയിലാണ് പോയത്. ഇത് ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിനോട് സിമിലർ ആണ്. എഗ്സ്, സോസേജ്, ബേക്കൺ, ടീ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായി ഇറങ്ങി. എഡിൻബ്ര ട്രിപ്പിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. സിറ്റി ഫുൾ കണക്ട് ചെയ്തിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എഡിൻബ്ര കാസിൽ നിന്നാണ്. ഈ സിറ്റിയിലെ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്സിൽ ഒന്നാണ് എഡിൻബ്ര കാസിൽ. ഏകദേശം 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഫോം ചെയ്ത വോൾക്കാനോയുടെ മുകളിൽ കാസിൽ റോക്ക് എന്ന പാറക്കെട്ടിന്മേൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന എഡിൻബ്ര കാസിൽ. ഇത് സ്കോട്ട്ലൻഡിലെ ഏറ്റവും ഫേമസ് കാസിൽ മാത്രമല്ല, ബ്രിട്ടനിലെ ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങൾ കണ്ട ചരിത്ര സ്ഥലങ്ങളിൽ ഒന്നാണ്. കാസിലിലേക്കുള്ള എൻട്രി ടിക്കറ്റഡ് ആണ്. ഓൺലൈനായിട്ട് വേണം നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാൻ. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ കാസിലിലേക്ക് നടന്നു. ഡിസംബറിലെ ഈ കൊടും തണുപ്പിലും കാസിൽ വിസിറ്റ് ചെയ്യാൻ എത്തിയ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. കാസിലിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നത് ബാറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിലേക്കാണ്. ഇവിടെയാണ് കാസിൽ ഗാർഡ് ചെയ്യുന്ന കാനോൺ ഗൺസ് എല്ലാം വെച്ചിട്ടുള്ളത്. ഇവിടെ എത്തുമ്പോൾ കാസിലിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. റോയൽ റെസിഡൻസിൽ നിന്ന് ഒരു മിലിറ്ററി ഹബ്ബിൽ എത്തിയതുപോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഈ പീരങ്കികളുടെ കൂട്ടത്തിൽ KGFൽ പറയുന്ന പോലെ ഒരു ബഡാ ബാപ്പ് ഉണ്ടായിരുന്നു, ദ ബിഗ്ഗസ്റ്റ് ഗൺ ഓഫ് ഓൾ. മോൺസ്മേക്ക് മെഡീവൽ യൂറോപ്പിലെ മോസ്റ്റ് പവർഫുൾ കാനോൺ ആണ് ഇത്. പണ്ട് കാലത്ത് കാസിൽ വോൾസ് ബ്രേക്ക് ചെയ്യാനാണ് മോൺസ്മേക്ക് പീരങ്കി യൂസ് ചെയ്തിരുന്നത്. ഈ പീരങ്കിയുടെ അടുത്ത് കല്ലുകൊണ്ടുള്ള വലിയ വെടിയുണ്ടകൾ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവ ഓരോന്നിനും 150 കിലോഗ്രാം വരെ ഭാരമുണ്ട്. ഇതിൽ നിന്ന് വരുന്ന ഓരോ ഷോട്ടും 3 കിലോമീറ്റർ അധികം ദൂരത്തിൽ വരെ പോയിരുന്നു. ഇന്ന് ഇത് എഡിൻബ്ര സിറ്റിയെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. ഒരു ഭീഷണിയായല്ല, ചരിത്രത്തിൻ്റെ ഒരു ഓർമ്മയായി. ഇതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു പീരങ്കി കൂടി ഉണ്ടായിരുന്നു. 1 o'clock ഗൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗൺ ഇപ്പോഴും 1 o'clock ആകുമ്പോൾ ഫയർ ചെയ്യും. ഇതൊരു ട്രഡീഷൻ പോലെ ഇവർ ഫോളോ ചെയ്യുന്നതാണ് സിൻസ് 1861. ബാറ്റിൽമെൻറ്റിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ മാജിക്കലാണ്. സൺസെറ്റ് സമയത്തുള്ള എഡിൻബ്ര സിറ്റിയുടെ ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ കാസലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും വിസിറ്റേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നതും കാസിൽ നിധി പോലെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഹോണേഴ്സ് ഓഫ് സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന ക്രൗൺ ജുവൽസ് കാണാനാണ്. ഈ ജുവൽസ് റോയൽ ഹെറിറ്റേജിനെയും പവറിനെയും റോയാലിറ്റിയെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓൾഡസ്റ്റ് ക്രൗൺ ജുവൽസ് ഇൻ ബ്രിട്ടൻ ആണ് ഈ ഓണേഴ്സ് ഓഫ് സ്കോട്ട്ലൻഡ്. 1543 മേരി ക്യൂൻ ഓഫ് സ്കോട്ട്സിൻ്റെ കൊറോണേഷനിൽ യൂസ് ചെയ്തിരുന്ന ജുവൽസ് ആണിത്. ഇപ്പോഴും ഇത് തലമുറകളായി കൈമാറി വരുന്നു.
2023 കിങ് ചാൾസിന്റെ കൊറോണേഷനാണ് ഇത് റീസെന്റ് ക്രൗൺ ചെയ്തത്. ക്രൗൺ ജുവൽസ് കൂടാതെ ഈ കാസിൽ നേരിട്ട യുദ്ധങ്ങളുടെയും യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാർ മെമ്മോറിയൽസും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ വാർസിലും വാർ ഓഫ് വാട്ടർലൂലെല്ലാം ഈ കാസിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കാസിൽ കാണാൻ ഞങ്ങൾ ഏകദേശം ഒരു 2 hours എങ്കിലും എടുത്തിരുന്നു. വിന്റർ ആയതുകൊണ്ട് ഇവിടെ നേരത്തെ സൺസെറ്റ് ആരംഭിക്കും. അറൌണ്ട് 3 o'clock ആവുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും കാസിൽ ഫുൾ ലൈറ്റപ്പ് ചെയ്തിരുന്നു. പകൽ വെളിച്ചത്തിൽ കണ്ടതിനേക്കാൾ കാസിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗി നൈറ്റിലെ ലൈറ്റപ്പ് ഷോയിലായിരുന്നു. കാസിലിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കളർഫുൾ ആയി ദൂരെ തിളങ്ങി നിൽക്കുന്നതാണ് എഡിൻബ്ര ക്രിസ്മസ് മാർക്കറ്റ്. ക്രിസ്മസ് മാർക്കറ്റിലെ ലൈറ്റ്സ് എല്ലാം ഓണായി എന്നിറങ്ങിയപ്പോൾ തന്നെ പിന്നെ ഒന്നും ഞങ്ങൾ നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോയി. ക്രിസ്മസ് സമയത്ത് എഡിൻബ്ര കാണുമ്പോൾ ഒരു സ്റ്റോറി ബുക്കിൽ കയറിയതുപോലുള്ള ഫീലിംഗ് ആണ്. പഴയ കുറേ ബിൽഡിങ്സും കോബിൾ സ്റ്റോൺ പാത്ത് വേസും പിന്നിൽ കാണുന്ന കാസലിന്റെ വ്യൂവും എല്ലാം കൂടെ ക്രിസ്മസ് ഇവിടെ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തരും. ഒക്ടോബർ അവസാനത്തോടു കൂടി എഡിൻബ്രയുടെ നിറം പതിയെ റെഡ് ആവും. ക്രിസ്മസ് അടുക്കും തോറും എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരിയും സന്തോഷമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്മസ് മാർക്കറ്റ് എന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു ഫെസ്റ്റീവ് ഔട്ട്ഡോർ മാർക്കറ്റാണ്. ഈ ക്രിസ്മസ് മാർക്കറ്റിൽ കയറാൻ നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൂടുതലും വുഡൻ സ്റ്റോൾസ് ആയിരിക്കും. ക്രിസ്മസ് മാർക്കറ്റിൽ ഇവർ സെല് ചെയ്യുന്നത് കൂടുതലും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സും ഓർണമെന്റ്സും ക്രാഫ്റ്റും എല്ലാമാണ്. ഹാൻഡ് മെയ്ഡായി ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയില്ലേ, അതുപോലെ യുണീക്ക് ഡിസൈൻസിലുള്ള ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാവും ഇവിടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്രിസ്മസ് മാർക്കറ്റിൽ ഏറ്റവും തിരക്ക് ഹോഗ് റോസ്റ്റ് വാങ്ങാനായിരുന്നു. മുഴുവനോടെ ഒരു പിഗിനെ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണിത്. ഇത് തലയോടുകൂടെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അത്ഭുതം തോന്നി. ഇവർ ഈ ജ്യൂസി മീറ്റ് ബ്രെഡിൽ റോൾ ചെയ്തും ആപ്പിൾ സോസ് എല്ലാം ആഡ് ചെയ്താണ് കഴിക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ വേറെയും ചില ഫുഡ് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാണ്. ക്രിസ്മസ് മാർക്കറ്റിന്റെ പല കോർണേഴ്സിലും ക്യൂട്ട് ഫോട്ടോ ടേക്കിംഗ് സെറ്റപ്സ് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ക്രിസ്മസ് മെമ്മറിയായി ഈ ഫോട്ടോസ് എല്ലാം പിന്നീട് മാറും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്നതേ അറിയില്ല. ക്രിസ്മസ് മാർക്കറ്റിന്റെ ഈ ഒരു ആംബിയൻസിൽ ഫ്രീസിംഗ് തണുപ്പെല്ലാം നമ്മൾ മറന്നുപോകും. ക്രിസ്മസ് ആഘോഷിക്കാൻ ഈ ഫെയറി ടെയിൽ സ്പോട്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ക്രിസ്മസിന്റെ യഥാർത്ഥ സന്തോഷം ഈ ചെറിയ മൊമെന്റ്സിലാണ്. എല്ലാവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, സന്തോഷം പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾ. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ് ഫ്രം എഡിൻബ്ര.